ഹായ്, ഞാൻ പൊതുവെ ക്രോഷേ ചെയ്യുമ്പോൾ സ്റ്റിച്ചസൊക്കെ എഴുതി വെച്ചിട്ടാണ് ചെയ്യാറ്. ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ഉണ്ടാക്കാം. ആ മാജിക് സർക്കിൾ ഇട്ടതിന് ശേഷം 3 ചെയിൻ ഇടുക. 2 3 3 ചെയിൻ ഇട്ടതിന് ശേഷം 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. 2 മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് 4 ലൂപ്പ് കിട്ടി. ആ 4 ലൂപ്പിന് വീണ്ടും 3 ലൂപ്പാക്കി, 3 ലൂപ്പിന് വീണ്ടും 2 ആക്കി, 2ന് വീണ്ടും 1 ആക്കി, 1 ട്രിപ്പിൾ ക്രോഷേ ആയി. ഇനി അങ്ങനെ വീണ്ടും 2 ട്രിപ്പിൾ ക്രോഷേ കൂടി ചെയ്യുക. അങ്ങനെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തു കഴിഞ്ഞു. മാജിക് സർക്കിളിൻ്റെ ആ ചെറിയ നൂല് ചെറുതായി വലിച്ചു കൊടുക്കുക. ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യണം. മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഒരു ചെയിൻ ഇടുക. ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞ പാട് ഒരു ചെയിൻ ഇട്ടു. ഒരു ചെയിൻ ഇട്ട പാടെ നെക്സ്റ്റ് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. വീണ്ടും ഒരു ചെയിൻ ഇടുക. നെക്സ്റ്റ് ചെറുതായി വലിച്ചു കൊടുക്കുക. ഇനി നെക്സ്റ്റ് വീണ്ടും 3 ഡബിൾ ക്രോഷേ ചെയ്യുക. മൂന്നാമത്തെ ഡബിൾ ക്രോഷേ. ഓക്കെ, നമുക്ക് ഹാർട്ട് പകുതി കിട്ടിക്കഴിഞ്ഞു. ഇനി വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. മാജിക് സർക്കിളിൻ്റെ ചെറിയ ആ നൂല് വലിച്ച് കൊടുക്കണം ഇടയ്ക്ക് കേട്ടോ. അല്ലെങ്കിൽ വല്ലാതെ ലൂസായി പോകും. അങ്ങനെ 3rd ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞു. ചെറുതായി ഒന്ന് വലിച്ചു കൊടുക്കുക. ടൈറ്റാക്കി കൊടുക്കും തോറും ഹാർട്ടിൻ്റെ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും, ആ ചെറിയ നൂല്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞ പാട് 3 ചെയിൻ വീണ്ടും ഇടുക. 3 ചെയിൻ 1 2 നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ റിപ്പീറ്റായിട്ട് 2 3 3 ചെയിൻ ഇട്ടു. ഇനി അവസാനമായിട്ട് നമുക്ക് ആ മാജിക് സർക്കിളിൻ്റെ ഉള്ളിലെ കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ.
അതിലേക്ക് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലെ കൂടെ ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. യാൺ കട്ട് ചെയ്യുക. ചെറിയ നീളമുള്ള യാൺ നല്ലോണം വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം, എന്നാലും നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. യാൺ കട്ട് ചെയ്യുക. നല്ലോണം ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു.